മമതാ ബാനർജിയും ടി.എം.സിയും സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയാണ്. ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിട്ടും. എന്തിനാണ് ഈ തന്ത്രം ബി.ജെ.പി നടത്തുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി അവിടെ ഉണ്ടാവുക, മമതാ ബാനർജിയുടെ പാർട്ടി കരുത്തോടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭാവിയിലേക്കുള്ള ത്രെട്ടാണ്, വലിയ ഭീഷണിയാണ് എന്നുള്ളത് അവർക്കറിയാം. അവരങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇതിനു മുമ്പ് തന്നെ തകർത്തിട്ടുണ്ട്. ആ തകർത്തയിൽ ഒന്ന് അരവിന്ദ് കെജ്രിവാളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ പാർട്ടി ഇല്ലായ്മ ചെയ്തു ഒരു യഥാർത്ഥത്തിൽ. അപ്പൊ അതിന് ശേഷമാണ് ഇപ്പോൾ മമതാ ബാനർജിയോട് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഡീലിമിറ്റേഷൻ ബില്ലുണ്ട് പാർലമെന്റിൽ. ആ ഡീലിമിറ്റേഷൻ ബില്ല് ഇപ്പോൾ പാസ്സാവും. കാരണം എന്താ, 20ഓളം വരുന്ന എം പിമാര് ഈ പറയുന്ന മമതാ ബാനർജിയുടെ എം പിമാര് എൻ ഡി എയോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ മമതാ ബാനർജിയുടെ എം പിമാര് എൻ ഡി എയോടൊപ്പം ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ നമ്പർ കൂടുകയാണ്. അപ്പൊ കുറച്ച് ആളുകൾ വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായാൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി ഈ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കാൻ കഴിയും. അങ്ങനെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2024 കിട്ടാത്ത ഭൂരിപക്ഷം അവർക്ക് ഈ പല പാർട്ടികളിൽ നിന്ന് വിച്ഛേദിച്ചെടുത്ത ആളുകളെ കൊണ്ടുവന്നാൽ, ഇപ്പൊ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 7 എം പിമാരെ അവർ കൊണ്ടുവന്നു രാജ്യസഭയിലേക്ക്. അപ്പൊ രാജ്യസഭയിലേക്ക് 2/3 ഭൂരിപക്ഷത്തിലേക്കും അതുപോലെ ലോക്സഭയിലേക്ക് 2/3 ഭൂരിപക്ഷത്തിലേക്കും കൂടി അവരെത്താൻ പോവാണ്. അങ്ങനെ എത്താൻ പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ച് ഡബിൾ ധമാക്കയാണ്, വലിയ ബെനിഫിറ്റ് ആണ്. എന്താ കാര്യമുള്ളത്, അവർക്ക് 2/3 ഭൂരിപക്ഷത്തോടെ ഭരണഘടനാ ഭേദഗതികൾ അവർക്ക് പാസ്സാക്കാം. ആ ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും ആദ്യം പാസ്സാക്കാൻ പോകുന്നത് ഇപ്പൊ ഈ ഡീലിമിറ്റേഷൻ ബില്ലായിരിക്കും. ഡീലിമിറ്റേഷൻ ബില്ല് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 800-850ഓളം സീറ്റുകൾ വരും. സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശ് പോലെയുള്ള ഹിന്ദി ബെൽറ്റുകളിൽ നിന്ന് കൗ ബെൽറ്റ് എന്ന് വിളിക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് വലിയ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാവും. ആ ഒരു കാര്യത്തിലും അവരെന്ത് ചെയ്യാൻ പറ്റില്ല, തടുക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കാര്യം. അത് തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലും ഒക്കെയുള്ള സീറ്റുകളുടെ നമ്പറിൽ വലിയ വർധനവുണ്ടാവില്ല. അല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നേരത്തെ ബി.ജെ.പി ഭരണം കിട്ടാനായിട്ട് പുലർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും തന്ത്രമല്ലെന്ന്, അതൊക്കെ പഴയ കാലത്താണ്. ഇതൊക്കെ മറ്റേ ഭൂരിപക്ഷം ഇല്ലെങ്കിലാണ് 200-212ഓളം സീറ്റുള്ള ബംഗാളിൽ ഇനി എന്തിനാണ് ഭൂരിപക്ഷം? ആകെ 200-300 സീറ്റിൽ താഴെയുള്ള വെസ്റ്റ് ബംഗാളിൽ ആകെ 80 സീറ്റ് അവർക്ക് കിട്ടിയുള്ളൂ. അതിന്റെ ഏതാണ്ട് 3 ഇരട്ടിയോളം സീറ്റുകൾ തന്നെ ബി.ജെ.പിക്ക് ഉണ്ട്. പിന്നെ ബി.ജെ.പി തന്നെ വളർത്തുന്നത്. ബി.ജെ.പി പിളർത്തുന്നതിന്റെ പിന്നിലെ കാര്യം നമ്മളൊക്കെ കാണുന്ന പോലെ ബി.ജെ.പി നമ്മള് മറ്റേ മരത്തിൽ കാണുമ്പോൾ ഇവര് ആകാശത്ത് കാണുമെന്ന് പറയുന്ന പോലെ ഇവര് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവർ മരത്തെ കാണുമെന്ന് പറയുന്ന പോലെ ഇവര് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ്. ആ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ ഒരു പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷം അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായിരിക്കണം. കൂടാതെ വലിയ തോതിൽ അറ്റാക്ക് നടത്താത്ത ഒരു പ്രതിപക്ഷമായിരിക്കണം. അതിന് രതൻ ബാനർജിയാണ് ഏറ്റവും ബെസ്റ്റ്. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല, ഇപ്പൊ തൃണമൂലിലെ ചില ആളുകളോട് ഞാൻ സംസാരിച്ചത് എനിക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യം, രതൻ ബാനർജിക്ക് ഇത്രയും MLA-മാരുടെ ഇടക്ക് വലിയ ഹോൾഡ് ഉണ്ട് എന്നുള്ളത് അവർക്ക് പോലും വലിയ അത്ഭുതമാണ്. അപ്പൊ ആ ഹോൾഡ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ BJP-യുടെ നിർദ്ദേശപ്രകാരം, അതായത് അതിലുള്ള പല MLA-മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ മഹുവ മൊയ്ത്ര നിരവധി സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നു ഒരു MLA-യുടെ മകനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം മകന്റെ പേര് കേസുണ്ട്. ഒരു MLA-ക്കെതിരെ ED കേസ് വരുമെന്ന് പറഞ്ഞു, കേസുണ്ട്. അപ്പൊ അവരെല്ലാരെയും വിളിച്ചുകൂട്ടി BJP പറഞ്ഞേക്കുന്ന ഒരു തന്ത്രമാണ്, നിങ്ങൾ രതൻ ബാനർജിയെ സപ്പോർട്ട് ചെയ്യണം. രതൻ ബാനർജിക്ക് എന്ത് വേണം? രതൻ ബാനർജിക്ക് മോൺബ്ലാങ്കിന്റെ പേന വേണം, ആപ്പിൾ ഫോൺ വേണം, ഈ പറഞ്ഞ പോലെ ഐപോഡ് വേണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ വേണം. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അതെല്ലാം BJP കൊടുക്കാൻ തയ്യാറാണ്. പകരം എന്ത് ചെയ്താൽ മതി, BJP-യുടെ ഒരു പാവമായിട്ടിരുന്നാൽ മതി. ഒന്ന്. ഇനി രണ്ടാമത്തത്, പാർലമെന്റിൽ അവർക്ക് വലിയ പ്ലാൻ ഉണ്ട്. ആ പ്ലാന്റെ ഭാഗമായിട്ട് ഗൗതം അറിയേണ്ടത് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിനെയും വളർത്തും. പിന്നെ നമ്മളൊരു 10-15 കൊല്ലമായിട്ട് പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പണം കൊടുത്ത് അല്ലെങ്കിൽ ആളുകളെ ഇങ്ങോട്ട് വിലക്ക് മേടിക്കുന്നു അല്ലെങ്കിൽ റിസോർട്ട് പൊളിറ്റിക്സ് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ എന്തൊരു മോശമാണ് ഈ കാണിക്കുന്നത്, ജനവിധി അട്ടിമറിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ ഒരു പെർസെപ്ഷൻ നരേറ്റീവ് ബിൽഡ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അതുമില്ല. കാരണം ഇതാണ് ചാണക്യ ബുദ്ധി, ഇതാണ് മിടുക്കൻ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്തെങ്ങനെയെങ്കിലും പുലർത്തിയെടുത്തിട്ട് എന്ത് ചെയ്യുക, അവന്റെ വീട് ഉപ്പിക്കുക. 2 ചേട്ടനിയന്മാരുണ്ടെങ്കിൽ അവരുടെ അടിയുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, വീട് ഉപ്പിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ്. വേറെ സിമ്പിളാണ് കാര്യം. ഇനി അടുത്തത് ഏത് ബില്ലും അവർക്ക് കൊണ്ടുവരാം. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇതിന് ശേഷം ഉടനെ തന്നെ ഇനി എന്ത് ചെയ്യാം, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം, മറ്റു പല കാര്യങ്ങളും കൊണ്ടുവരാം. അത് അവരുടെ പദ്ധതിയാണ്. ആ പദ്ധതി അവർ വിജയിക്കുകയാണ്, വേറെ സംശയമൊന്നുമില്ല. അല്ലാതെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഷോർട്ട് ടൈം പ്ലാനുകളൊന്നും അവർക്കില്ല. ഒരു ഷോർട്ട് ടൈം പ്ലാനും BJP-ക്ക് ഇല്ല. BJP-ക്ക് അറ്റ് ദ സെയിം ടൈം ഷോർട്ട് ടൈം പ്ലാനും ഉണ്ട്, ലോങ് ടൈം പ്ലാനും ഉണ്ട്. അതായത് ഒരു വർഷത്തെ പരീക്ഷ എഴുതി ജയിക്കണം എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട്, അന്നെടുക്കുന്ന ചാപ്റ്റർ പഠിക്കണം എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട്. ഇത് രണ്ടും
വളരെ മെറ്റിക്കുലസ്ലി അവർ നടപ്പിലാക്കുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ വിചാരിക്കേണ്ടതുള്ളൂ. അല്ല അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വേറെ വലിയൊരു കഥയോ വലിയ ബില്ല് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് ബില്ല് പാസ്സാക്കുക എന്നുള്ളതല്ല. അവരെന്തിനാണ് 400 ബാർ ഇത്തവണ ആപ്കി ബാർ 400 ബാർ എന്ന് പറഞ്ഞ മുദ്രാവാക്യം 420? എന്തിനാണ് 420 സീറ്റുകൾ? 420 സീറ്റുകൾ ഉണ്ടാക്കണമെന്ന് അവർ വിചാരിച്ച ഒരൊറ്റ കാര്യത്തിലാണ്, ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കുക. ഭരണഘടനാ ഭേദഗതിക്ക് 2/3 ഭൂരിപക്ഷം വേണം. ആ 2/3 ഭൂരിപക്ഷം ജനങ്ങൾ തന്നില്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ പാർട്ടികളൊക്കെ പിളർത്തിയെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ഇപ്പൊ ആ പാർട്ടിയെ പിളർത്തി, ഇനി മറ്റേ 7 നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കൊണ്ടുപോയി, ഇനി DMK അടുത്തുകൂടാണ്. DMK പിളർത്തും. DMK പിളർത്തും. അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത തവണ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 29 തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടിയിൽ നിന്ന് വിജയുടെ ഒരു മേടിച്ചാലും മതി. നിലവിൽ പാർലമെന്റിൽ BJP നേരിടുന്ന ഒരു പ്രതിസന്ധി മറികടക്കാൻ നിലവിലെ പാർലമെന്റിൽ BJP നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ അവർക്ക് ഇപ്പോഴും സാധിക്കും. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ ഇത്രയും MP അങ്ങോട്ട് ചേരുമ്പോ തന്നെ കുറച്ച് MP ഏതെങ്കിലും ഒരു 2-3 പാർട്ടികളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക, അത് വിട്ടു നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ പോലും 2/3 ഭൂരിപക്ഷവും. ആ 2/3 ഭൂരിപക്ഷത്തിലേക്ക് വന്നാൽ പോലും അവരുടെ പദ്ധതികളെല്ലാം വിജയിക്കും, ഒരു സംശയമില്ല. പിന്നെ അവർക്കൊന്നും പേടിക്കാനുമില്ല. ഓപ്പോസിറ്റ് ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയിൽ ഇപ്പം തന്നെ അവര് വെറുതെ എന്ത് ചെയ്യണം, കഴിഞ്ഞ ദിവസം ചായ കുടിച്ച് പിരിഞ്ഞേക്കണേ. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി എന്നുള്ള പേര് മാറ്റിയിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഒക്കെ പതിച്ചിട്ടുണ്ടായിരുന്നു. അത് BJPക്കാർ തന്നെയാണ്. അത് അവര് കളിയാക്കി വിളിക്കുന്ന പേരാണ് ഇന്ത്യ മുന്നണി. നമ്മുടെ ഇവിടെയുള്ള മറ്റേ യൂട്യൂബേഴ്സ് അടക്കം വിളിക്കുന്നത് ഇന്ത്യ മുന്നണി എന്നാണ്. അതെന്ന് വെച്ചാൽ അവർ കളിയാക്കി വിളിക്കുന്നതാണ്. പക്ഷെ കളിയാക്കി വിളിക്കേണ്ടതാണ്, കാരണം ഇവര് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല, ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക. ഇപ്പൊ ഇവരെന്താണ് മറ്റേ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതുക എന്നുള്ളതൊക്കെയാണ്. കൃത്യമായിട്ടൊരു ലക്ഷ്യമില്ലാതെ പോകുന്നത്. ചീഫ് ജസ്റ്റിസ് എന്തോ പ്രണയലേഖനം എഴുതുവാനായിട്ട് എനിക്ക് തോന്നണം. കാരണം അല്ലാതെ ഇപ്പൊ ഇത് എഴുതിയതുകൊണ്ട് എന്താണ് പ്രയോജനമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചീഫ് ജസ്റ്റിസ് കത്തെഴുതാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഹോൾഡറിന്റെ പോലും വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് പാവം ജോസ് കെ മാണിയൊക്കെ മറ്റേ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ ചെന്നിട്ടുണ്ടായി. ഡൽഹിയൊക്കെ കണ്ടിട്ട് ചുമ്മാ കൊമന്റ് അടിച്ച് പോരാന്ന് മാത്രമേ ഉള്ളൂ. ഡൽഹിയിൽ അടുത്ത തവണ പോകുമ്പോൾ എനിക്ക് ഈ ജോസ് കെ മാണിയൊക്കെ പോകരുതെന്നാണ് പറഞ്ഞ ഈ പരിപാടി. ജോസ് കെ മാണി, മുസ്ലിം ലീഗിന്റെ ആളുകള്, പാവം തങ്ങള്, കുഞ്ഞാലിക്കുട്ടി എല്ലാവരും ചെന്നിട്ടുണ്ടായി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത്തെ അവിടെ എയർ പൊല്യൂഷൻ വളരെ മോശമാണ്. അതുകൊണ്ട് അത് ശ്വസിച്ചിട്ട് തന്നെ ആയുസ് കുറഞ്ഞു. വെറുതെ അവിടെ ചെല്ലേണ്ട ആവശ്യമില്ല. ഇവരോട് വല്ല ഫോണിലും പറഞ്ഞാൽ മതി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. പിന്നെ ജോൺ ബിട്ടാസ് വന്നാലും പോലെ സൂമിൽ വന്ന് ശരിക്കും സൂമിൽ പോലും പറഞ്ഞില്ല. കാരണം ഈ മീറ്റിങ്ങിന്റെ ആവശ്യമില്ല. കാരണം ഈ മീറ്റിങ്ങിൽ ഒരു സമരപരിപാടി ഇല്ല ഈ നാട്ടില്. ഇപ്പൊ അതിലും മികച്ചതായിട്ട് കോക്രോച്ച് CJP ഒക്കെ ആളുകൾ കളിയാക്കുന്നുണ്ട്, ആള് കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അവരെന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ടല്ലോ. ഇതൊന്നും ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ ഇവരുടെ കൂടെ ഇല്ല. എന്നിട്ട് ഇവരൊരു സമരപരിപാടി പ്ലാൻ ചെയ്തിട്ടില്ല. ഇവരാകെ പറഞ്ഞേക്കണ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കത്തെഴുതുന്നു. ആര് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാന്നറിയാമോ? സൂര്യകാന്ത്. പുള്ളിന് അടുത്ത മറ്റേ ചിലപ്പോൾ അടുത്ത വിധി ഉണ്ടാകുമ്പോൾ പുള്ളി ഇതും കൂടി പറയുമായിരിക്കും. ചില വലിയ കോക്രോച്ചസ് എനിക്ക് കത്തെഴുതുന്നുണ്ടെന്ന് പറയുമായിരിക്കും. ഏത് ഇന്ത്യ മുന്നണിയെ കുറിച്ച്. അല്ലാതെ എന്ത് പറയാൻ കത്തെഴുതാൻ പോണത് പുള്ളിക്ക്. എനിക്കറിയില്ല, ഇവരെന്തൊക്കെയോ കോമഡി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ വേറെ അതിനപ്പുറത്തേക്കുള്ള കഥയൊന്നുമില്ല. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല. BJPയുടെ പദ്ധതി ഗംഭീരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗൗതം ഈ പറയുന്ന പദ്ധതി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ആം ആദ്മി പാർട്ടിയുടെയും ആളുകളെ ഓൾറെഡി പിളർത്തി കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിക്കുന്ന ഒരു പക്ഷേ കുറച്ചും കൂടി അവരൊന്ന് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ DMKയുടെ ആളുകളെ പിളർത്തും. DMKയുടെ ആളുകളെ പെട്ടെന്ന് പിളർത്താത്ത എന്തുകൊണ്ടാണെന്ന് ഗൗതത്തിന് അറിയാം. അതെന്താണെന്നറിയോ? തമിഴ്നാട്ടിൽ ഓടിച്ചിട്ടടിക്കും ആള്. തമിഴ്നാട്ടിൽ അവരെ പറ്റിച്ച പോലെ അല്ല, അതിന്റെ അല്ല, ജനങ്ങൾ എന്ത് ചെയ്യും? വയലന്റ് ആവും. മനസ്സിലായി? ഇപ്പൊ BJPക്ക് മറ്റവിടെയൊക്കെ സ്ട്രോങ് ഹോൾഡ് ആണ്. ഇവിടെ ബംഗാളിൽ സ്ട്രോങ് ഹോൾഡ് ആണ്. ഇവരെ പിളർത്തിന്ന് വെച്ചാൽ ഇവർക്കൊന്നും സംഭവിക്കാനില്ല. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ ആകെ 11% വോട്ടേ ഉള്ളൂ. അത് തന്നെ 3 കഷ്ടിച്ച് വലിച്ചും കൂടെ എത്തിച്ചാണ് നമ്മുടെ അണ്ണാമലൈ, കുപ്പുസ്വാമി അണ്ണാമലൈ വലിച്ചെത്തിച്ചാണ്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും BJPയുടെ ഒരു വെറുപ്പാണ് നിൽക്കണം. അപ്പൊ വോട്ട് ചെയ്ത് ജയിപ്പിച്ച MP മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? അവര് മറ്റേ മുളവടിക്ക് വന്ന് അടിക്കൂടും. അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഇവര് മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ BJP ഓഫർ ചെയ്യുന്ന കാശൊക്കെ കേട്ടാൽ DMKക്ക് എപ്പം മാറിയെന്ന് ചോദിച്ചാൽ മതി. സ്റ്റാലിൻ മറേണ്ട ചാടാൻ പറ്റൂല. കാരണം സ്റ്റാലിന് ഈ പ്രസ്ഥാനം ഉണ്ടെങ്കിലേ സ്റ്റാലിൻ മറേണ്ട ചാടാന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സ്റ്റാലിൻ നാളെ ഇന്ത്യ മറ്റേ ഇവരുടെ ഭാഗമായാലും നമുക്ക് ഒന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. മമതാ ബാനർജി പണ്ട് ഭാഗമായിട്ടുണ്ടല്ലോ, മിനിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഭാഗമാകും, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ സ്റ്റാലിനെ പിളർത്തിക്കൊണ്ട് ആളുകൾ മാറാത്ത ഇതുകൊണ്ടാന്ന് പറഞ്ഞത്. ഇനി സ്റ്റാലിൻ പോലും മാറിയാനുള്ള പ്രശ്നം എന്ന് അറിയാമോ? സ്റ്റാലിൻ ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് സ്റ്റാലിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം എന്ന് വെച്ചാൽ BJP വളരെ മോശമാണ്, അവര് ദ്രവീഡിയൻ പൊളിറ്റിക്സും തകർത്താൻ നോക്കുകയാണ്, അവര്
ഇതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്റ്റാലിന് ഒറ്റടിക്ക് അങ്ങോട്ട് ചാടാൻ പറ്റില്ല. സ്റ്റാലിന് പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പൊ ചാടിയെ കൊള്ളുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒന്നാമത് ഇനി അധികാരമില്ലാതെ സ്റ്റാലിന് നിൽക്കാൻ പറ്റില്ല. സ്റ്റാലിന് എന്ത് ചെയ്യാം? കേന്ദ്രമന്ത്രി പദവിയിൽ എന്തെങ്കിലും കിട്ടും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി അവരൊക്കെ ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് തോന്നുന്നില്ല സ്റ്റാലിന്. സ്റ്റാലിനൊക്കെ തിരിച്ചു വരില്ല എന്നൊന്നും നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരാളെ കുറിച്ചും പറയാൻ പറ്റില്ല. സ്റ്റാലിൻ തിരിച്ചു വരരുതെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും പാർട്ടികൾ പെർഫോം ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പൊ കുപ്പുസ്വാമി അണ്ണാമല ഉണ്ടാക്കുന്ന പാർട്ടി പെർഫോം ചെയ്യണം. അല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷത്തിന് ഒരു സ്ഥാനം വേക്കന്റ് ആണ്. ആ വേക്കന്റ് ആയിട്ടുള്ള സ്ഥാനം യഥാർത്ഥത്തിൽ ഇപ്പൊ സ്റ്റാലിന് വേണ്ടി തന്നെ തുറന്നിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് സ്റ്റാലിനൊക്കെ തിരിച്ചു വരില്ലെന്ന് പറയാൻ ഗൗതം ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഒരു തവണ DMK 2 സീറ്റുകളിലേക്കായി പോയതാണ്. നാണക്കേട് കൊണ്ട് കരുണാനിധി രാജിവെക്കുകയാണ് ചെയ്ത് വെച്ചത്. എന്നിട്ട് ഇപ്പോഴും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അന്ന് 1 സീറ്റ് ഉള്ളതാണ്. 1 സീറ്റല്ല 2 സീറ്റ് ഉണ്ട്. മറ്റേ കരുണാനിധിയാണ് ജയിച്ചത്. ആ കരുണാനിധി ജയിച്ചിട്ട് കരുണാനിധി രാജിവെക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് DMK തിരിച്ചു വന്നാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നമുക്ക് ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റും. നിലവിലെ ഒരു ഹിന്ദുത്വയുടെ ഒരു അപ്രമാദിത്വത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അല്ല, അത് തമിഴ്നാട്ടിലൊന്നും അത്രത്തോളം വന്നിട്ടില്ല. തമിഴ്നാട്ടിലാണ് അത് കുറവ് വന്നേക്കുന്നത്. സ്റ്റാലിൻ തിരിച്ചു വരുമോ? കേരളത്തിലേക്ക് അല്ല, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ ഹിന്ദുത്വയുടെ മുമ്പിൽ തോറ്റുപോവുകയാണ്. അപ്പൊ പഴയ ചരിത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, അത് തിരിച്ചു വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെന്താന്ന് വെച്ചാൽ അതിനാണ് ഇപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അണ്ണാമലയെ പുറത്തേക്ക് വിട്ടേക്കണം. അവർ തന്നെ ബി ടീമാണ്. അവരുടെ തന്നെ ബി ടീമാണ്. അണ്ണാമലയെ പുറത്തേക്ക് വിട്ടേക്കണം എന്താണെന്ന് വെച്ചാൽ അണ്ണാമല കാരണം BJPയുടെ ഒരു പേരും പറഞ്ഞ് അവിടെ ചെന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വിജയിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ BJP ആയി വിജയിക്കാൻ ഒരുപാട് ടൈം എടുക്കും. അത്രയും ടൈമൊന്നും നമുക്ക് കളയാനില്ല. അപ്പൊ ഒരു കാര്യം അണ്ണാമല ഇവിടെ നിന്ന് വിട്ടോ. അല്ലെങ്കിൽ പാർട്ടി വിടാൻ പോകുന്ന ഒരാൾ 3 ദിവസം ഡൽഹിയിൽ താമസിച്ച് എല്ലാ നേതാക്കന്മാരെയും കാണും. എല്ലാ നേതാക്കന്മാരും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ യാത്രയാക്കുന്നു. എന്തിന് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ താഴെ സൈബർ സ്പേസിലുള്ള ഒരാൾ പോലും അണ്ണാമലയ്ക്കെതിരെ ഒന്നും പറയുന്നില്ല. അണ്ണാമല കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ അവരുടെ സെക്കൻഡ് ആയിട്ടുള്ള ബി ടീമാണ്. അണ്ണാമല ഇപ്പൊ തന്നെ 8 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് പുള്ളിയുടെ മറ്റേ വെബ്സൈറ്റിലൊക്കെ. അപ്പൊ അതുപോലെ അണ്ണാമല അവിടെ ഒരു തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അണ്ണാമല IIT പഠിച്ചതല്ല, PhD ടെക്കി പഠിച്ചിട്ടുള്ള എഞ്ചിനീയർ ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അത് കഴിഞ്ഞ് IIM ലക്നൌവിൽ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഓറ ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് BJP ഇപ്പോഴത്തെ പ്ലാൻ പോലും ആയിരിക്കില്ല, കുറച്ച് നാൾ മുമ്പേ ഉള്ള പ്ലാൻ ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷനായിട്ട് അണ്ണാമല വെച്ചിട്ടുണ്ടാവും. കൂടുതൽ ഫണ്ടും കൊടുത്തില്ല. പിന്നെ ഫണ്ട് BJPക്ക് ഒരു പ്രശ്നമേ അല്ല. ഫണ്ട് BJPനെ സംബന്ധിച്ച് ഇപ്പൊ യാതൊരുവിധ വിഷയമില്ലാത്ത കാര്യം. അതുകൊണ്ട് ഫണ്ട് ഉണ്ടെങ്കിൽ തന്നെ പകുതി കാര്യമായല്ലോ. ഇപ്പൊ ഹുമയൂൺ കബീറിന് തന്നെ 1000 കോടി കൊടുക്കാമെങ്കിൽ പിന്നെ അണ്ണാമലയ്ക്ക് ഒരു 5000 കോടി കൊടുത്താണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമുള്ള കാര്യമില്ല. എന്തുകൊണ്ടും 2029 മോദി തൂക്കുവന്നു. 2029 മോദി തൂക്കാൻ തന്നെയാണ് സാർ, അത് സംശയം. ഞാൻ വിചാരിച്ചത് 2029 മോദിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം 2029 പ്രശ്നമാണ്. കാരണം 2024 തിരിച്ചടി തന്നെ ജനുവരിയിലാണ് അവർക്ക് മനസ്സിലായത്. അവരാകെ ഞെട്ടിപ്പോയത്. പക്ഷേ 2029 അതുകൊണ്ട് പ്രശ്നമാകുമെന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും വലിയ സാധ്യതകളെയൊക്കെ തന്നെ കെടുത്താൻ പോകുന്ന ഒരു വികാരം ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലായിരുന്നു. മോദി അതിൻ്റെ അകത്ത് BJPക്കകത്തും RSSനകത്തും വലിയ വിമർശനം നേരിട്ടിരുന്നു. പക്ഷെ ഇപ്പൊ കൂളായി. എല്ലാ സ്റ്റേറ്റിലും പുള്ളി അടിച്ച് കയറുകയാണ്.